അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം നമുക്കറിയാം മഹാനായ സഹാബിയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ്. 5000-ലപ്പുറം ഹദീസുകൾ അദ്ദേഹം റിവായത്ത് ചെയ്തിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. എത്രയധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹാബാക്കളിൽ നിന്ന് തന്നെ ചിലര് പറഞ്ഞു പോയിട്ടുണ്ട് എവിടുന്നാണ് അബൂ ഹുറൈറക്ക് ഇത്രയധികം ഹദീസുകളാണ്. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിന് മറുപടി ആയിക്കൊണ്ട് പറയുമായിരുന്നു, നമ്മുടെ സഹോദരന്മാരായ അൻസാറുകൾ അവരുടെ കൃഷിസ്ഥലങ്ങളിൽ തിരക്കിലായിരുന്നു. നമ്മുടെ സഹോദരന്മാരായ മുഹാജിരിങ്ങൾ അവരങ്ങാടിയിൽ കച്ചവടത്തിൽ തിരക്കിലായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യാറുണ്ടായിരുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ എന്റെ കാലി വയറുമായി കൂടെ ഉണ്ടാവാറുണ്ടായിരുന്നു എന്ന് പറയാണ്. അഥവാ അവരൊക്കെ ജോലി ചെയ്ത് ജീവിച്ച സമയത്ത്, റിസ്ക് അന്വേഷിച്ചു പോയ സമയത്ത് ഞാൻ ആ റിസ്ക് അന്വേഷിക്കാൻ പോവാണ്ട് എനിക്കുള്ള റിസ്കിൽ സബർ ചെയ്തുകൊണ്ട്, വിശപ്പാണെങ്കിൽ വിശപ്പ്, ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണമുണ്ട് എന്നീ അവസ്ഥയിൽ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്ന് പഠിച്ചതാണ്. അതുകൊണ്ടാണ് എനിക്ക് എന്ത് പറ്റിയത്? ഇത്രയധികം ഹദീസുകൾ എനിക്ക് കേൾക്കാൻ സാധിച്ചത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. വേറെ ചില ഹദീസുകൾ അദ്ദേഹം പറയുന്നത് പോലെ, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഇന്നി കുൻതു ഉഗ്മ അലൈഹി ബൈന മിമ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹജറത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പറിന്റെ ഇടയിൽ ഞാൻ ബോധം കെട്ട് വീഴാറുണ്ടായിരുന്നു. എന്നിട്ട് ആളുകൾ വന്നിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിന്റെ അടുത്ത് നിന്നിട്ട് എന്ത് പറയും? മജ്നൂൻ മജ്നൂൻ എന്ന് പറയും, ഭ്രാന്തനാണെന്ന് പറയും. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയാൻ, വല്ലാഹി മാ ബി ബിൻജുനൂൻ, അള്ളാണ് സത്യം, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. മാ ബി ലുജു, എനിക്ക് വിശപ്പ് മാത്രമേ ഉള്ളൂ. അതായത് വിശപ്പ് കാരണമാണ് ഞാൻ ബോധം കെട്ടുവെക്കുന്നത്. അപ്പൊ ആ വിശപ്പ് അദ്ദേഹത്തിന് വരാനുള്ള കാരണം എന്താണ്? അദ്ദേഹം ജോലിക്ക് പോവാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇൽമ് തേടി ഹദീസ് തേടി ജീവിച്ചതുകൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് എത്രയധികം ഹദീസുകൾ സ്വീകരിക്കാൻ പറ്റിയിട്ട് ഉണ്ടായിരുന്നതും. ഇത് പണ്ഡിതന്മാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ട്? ഇന്നീ കാലത്ത് തുല്ലാബുൽ ഇൽമുകൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ പ്രയാസമില്ലാതെ, അവരുടെ സ്വന്തത്തിന് ഉപദ്രവമില്ലാതെ, അവരുടെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തിന് അവർക്ക് വീഴ്ച വരുത്താതെ, അഥവാ ഭാര്യയ്ക്കും കുട്ടികളെ അവരെ പട്ടിണിക്കിട്ട് നശിപ്പിക്കാതെ, അങ്ങനത്തെ ഉത്തരവാദിത്തങ്ങൾ വീഴ്ച വരുത്താതെ അവർക്ക് തൊലബുൽ ഇൽമിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പിന്നെ എന്തിനൊന്നും പോകരുത്? വേറൊരു ജോലി അന്വേഷിച്ചോ മറ്റോ കാര്യത്തിനോ വേണ്ടി പോവരുത്. പകരം അവരുള്ളതിൽ സബർ ചെയ്തിട്ട് തൊലബുൽ ഇൽമിൽ പോവാ. ഈ പറഞ്ഞതുപോലെ അവർക്ക് ഇൽമ് ലഭിക്കാനുള്ള കാരണമാണത്. അദ്ദേഹത്തിന്റെ പേര് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം അറിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ കുനിയത്തിന്റെ പേരിലാണ്, അബൂ ഹുറൈറ റളിയല്ലാഹു